ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയും ധർമ്മനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുകന്യ പറയും, ധർമ്മേട്ടനെ കല്യാണം കഴിച്ചതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. എന്നെ ആരും നിർബന്ധിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ട് കെട്ടിച്ചതൊന്നും അല്ലല്ലോ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ധർമ്മേട്ടൻ്റെ ഭാര്യയായി മാറിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്ത ഒന്നും മനസ്സിൽ വെക്കണ്ട. ധർമ്മേട്ടനെ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുന്നതിലോ ധർമ്മേട്ടൻ്റെ കൂടെ പോകുന്നതിലോ ഒന്നും എനിക്ക് ഒരു നാണക്കേടുമില്ല. ഇന്നിപ്പം ധർമ്മേട്ടൻ ഉറങ്ങുമായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയത്. അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ രീതിയിൽ ഒന്നും സംസാരിക്കേണ്ട. എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ധർമ്മേട്ടനെ കല്യാണം കഴിച്ചേ. അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ധർമ്മനോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ധർമ്മൻ പറയും, ഇല്ല, നിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് നീ എന്നെ കല്യാണം കഴിച്ചത്. ആരും നിന്നെ നിർബന്ധിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെന്താ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മനസ്സിലുണ്ടാവുന്നത്? ഇങ്ങനെയൊന്നും ഇനി ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത്. ധർമ്മേട്ടൻ എൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ സുകന്യ ധർമ്മനോട് പറയാണ് കേട്ടോ. എന്നിട്ട് പറയും, എനിക്ക് അപ്പടി ഉറക്കം വരുന്നു, എങ്കിൽ പിന്നെ നമുക്ക് കിടന്നേക്കാം അല്ലേ എന്നും പറഞ്ഞ് ബെഡൊക്കെ തട്ടി വിരിച്ച് കിടക്കാനായിട്ട് തുടങ്ങുവേ. അപ്പോഴാണ് നമ്മുടെ സുകന്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. സുകന്യ അതെടുത്ത് നോക്കുമ്പോൾ ഉദയഭാനു. അയ്യോ, ഉദയഭാനു സാറാണല്ലോ. ധർമ്മേട്ടൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുവേ. ഹലോ, എനിക്ക് കേൾക്കുന്നില്ലേ? ഞാനേ പുറത്തോട്ട് ഇറങ്ങാട്ടോ, ഇവിടെ റേഞ്ച് ഇല്ലെന്നാ തോന്നേ. അതെ ധർമ്മേട്ടാ, എൻ്റെ ഫ്രണ്ടില്ലേ നീലിമ, ഇന്ന് ഞാൻ കല്യാണത്തിന് പോയേ, അവളാ വിളിക്കുന്നേ. എന്തോ അത്യാവശ്യം പറയാനാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും അങ്ങോട്ട് തിരിയുന്നില്ല. ഞാൻ പുറത്ത് നിന്നൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഹലോ സാർ എന്നും പറഞ്ഞ് സംസാരിക്കാം. മോളെ, ഇപ്പം നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഉദയഭാനു ചോദിക്കും. ഇപ്പം നന്നായിട്ട് കേൾക്കാം സാർ, പറഞ്ഞോളൂ. എനിക്ക് മോളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. അതെയോ, എന്താ സാർ കാര്യം? ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി സാറ് ആലോചിച്ചോ എന്നൊക്കെ നമ്മുടെ സുകന്യ അപ്പോൾ ചോദിക്കാം. അതിൻ്റെ കാര്യം പറയാൻ തന്നെയാണ് കാണണമെന്ന് പറഞ്ഞത്. കാണാം സാർ, ഉറപ്പായിട്ടും കാണാം സാർ. ഞാൻ വീട്ടിലേക്ക് വന്നാൽ മതിയോ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, വീട്ടിലേക്കൊന്നും വരണ്ട. ഞാനേ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. അതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് അയച്ചു തന്നേക്കാം, പോരെ? മോള് അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ സാർ, ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണേ. അപ്പം എന്നിട്ട് നമ്മുടെ ഉദയഭാനു ആലോചിക്കും, അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇതേസമയം നമ്മുടെ സുകന്യ വളരെയേറെ സന്തോഷത്തിലാണ്. ഉദയഭാനു സാർ എന്നെ വിളിച്ചല്ലോ. പിറ്റേ ദിവസം തന്നെ സുകന്യ അവരെ കാണാനായിട്ട് ചെല്ലുവാണ് കേട്ടോ, നമ്മുടെ ഉദയഭാനുവിനെ ശ്രീകലയും. അപ്പോൾ ഉദയഭാനു സുകന്യയോട് ചോദിക്കുക, സുകന്യയുടെ തീരുമാനം ഉറച്ചത് തന്നെയാണോ? ഉദയൻ സാർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. സുകന്യ എന്തിനാ എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്? ധർമ്മനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ അല്ലേ? അതെ സാർ, അതാ ഞാൻ ചോദിച്ചത്. സുകന്യയുടെ തീരുമാനം ഉറച്ചതാണോ എന്ന് എടുത്ത് വീണ്ടും ഉദയഭാനു സുകന്യയോട് ചോദിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലായോ? ബിസിനസ് എന്ന് പറഞ്ഞാലേ അതൊരു നിസ്സാര പരിപാടിയൊന്നുമല്ല. 100 കൂട്ടം ടെൻഷൻ ഉണ്ടാവും, തലയ്ക്ക് ഭ്രാന്താകും. അതുകൊണ്ടാണ് ഞാൻ സുകന്യയോട് വീണ്ടും ചോദിക്കുന്നത്. ഈ ഞാൻ തന്നെ എന്തൊക്കെ അഭിനയിക്കുന്നു? ഈ ടെൻഷനും പ്രഷറും ഒക്കെ തലയിലെടുത്ത് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉദയം സാർ എന്നെ നിരുത്സാഹപ്പെടുത്തരുത് സാർ. സാറിനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് വന്നത്. അപ്പം ശ്രീകല പറയും, ഉദയേട്ട രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ അവരെ ഉദയേട്ടൻ്റെ അടുത്ത് വന്ന് ഈ രീതിയിൽ ഈ കുട്ടി സംസാരിച്ചത്. ശ്രീകല ഉദയഭാനോട് വീണ്ടും പറയാണ് കേട്ടോ. ഉദയേട്ടൻ തന്നെയല്ലേ എപ്പോഴും എന്നോട് പറയാറ്, രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള കുട്ടികളെയൊക്കെ സഹായിക്കുമ്പോഴാണ് ഉദയേട്ടന് ഏറ്റവും സന്തോഷം ലഭിക്കുന്നതെന്ന്. അങ്ങനെ ഒരു കുട്ടിയല്ലേ ഇപ്പോൾ സുകന്യയും. സുകന്യയ്ക്ക് അവളുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി നല്ലൊരു നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഉദയേട്ടന് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്ന് ശ്രീകല ഉദയഭാനോട് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉദയഭാനു പറയും, അതിപ്പം ധർമ്മന് ചെറുതാണെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ, മനസ്സമാധാനം ഉണ്ടല്ലോ. ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ധർമ്മനെ കൊണ്ട് പറ്റുമോ? അതോർത്ത് ഉദയൻ സാർ ടെൻഷൻ ആവണ്ട. ധർമ്മേട്ടൻ്റെ കൂടെ ഞാനുണ്ടല്ലോ. ബിസിനസ്സിനെ കുറിച്ച് സുകന്യയ്ക്ക് എന്തൊക്കെ അറിയാം? എനിക്കറിയില്ല, പക്ഷേ ഉദയൻ സാറ് എനിക്ക് പഠിപ്പിച്ച് തരുമല്ലോ. അപ്പം ഞാനും അതെല്ലാം പഠിച്ചെടുക്കും. അത് പിന്നെ പറയാനുണ്ടോ? സുകന്യയ്ക്ക് എല്ലാ കാര്യങ്ങളും ഈ ഉദയഭാനു പഠിപ്പിച്ച് തരും എന്ന് പറയട്ടോ. അപ്പോഴത്തേക്ക് സ്ത്രീകൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അയ്യോ, അതല്ല, ധർമ്മനും സുകന്യയ്ക്കും ബിസിനസ്സിൻ്റെ എല്ലാ കാര്യവും ഞാൻ പഠിപ്പിച്ച് തരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ സ്ത്രീകളെ, നീ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കേണ്ട. അല്ല, ഉദയൻ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താ? ഉദയേട്ട, ആ ലൈസൻസിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എന്ന് ശ്രീകല പറയും. ലൈസൻസോ എന്ന് സുകന്യ ചോദിക്കേ. അതായത് സിംഗപ്പൂരിൽ ധർമ്മന് ബിസിനസ് ചെയ്യണമെങ്കിൽ സിംഗപ്പൂർ ലൈസൻസ് വേണം. സാറ് വിചാരിച്ചാൽ എത്ര ലൈസൻസ് വേണേലും കിട്ടൂലോ എന്ന് സുകന്യ അപ്പം ചോദിക്കും കേട്ടോ.
കാര്യം ഞാനൊരു വലിയ ബിസിനസ്മാൻ ആണെങ്കിലും സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെതായ ചില റൂളുകളൊക്കെ ഉണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ലൈസൻസ് മാത്രമേ കൊടുക്കൂ. കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതല്ലെങ്കിൽ ആ വ്യക്തി ബിസിനസ് അവസാനിപ്പിച്ച് സിംഗപ്പൂരിൽ നിന്ന് മടങ്ങിപ്പോണം. അങ്ങനെയാണെങ്കിൽ ആ ലൈസൻസ് നമുക്ക് വാങ്ങാം. ഓ, അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ. അല്ല, സിംഗപ്പൂർ ഗവൺമെൻറ്റിൽ ബിസിനസ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ലേ? സുകന്യയുടെ ചോദ്യം ന്യായമായ ഒന്നാണ്. സിംഗപ്പൂർ ഗവൺമെൻറ്റിൽ ബിസിനസ് ലൈസൻസിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം, അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓ, പിന്നെ എന്താ സാർ കാര്യം? പിന്നെ ഒരു പ്രശ്നമുള്ളത്, അമേരിക്കയിലെ കുത്തക മുതലാളിമാർ ഇതേ ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുത്തക മുതലാളിമാരോ? അതേ സുകന്യെ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്താലും ലൈസൻസ് കിട്ടാൻ 4-5 വർഷമെങ്കിലും എടുക്കും. അയ്യോ, അത് പറ്റില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, പെട്ടെന്ന് തന്നെ ബിസിനസ് തുടങ്ങിയേ വേണം എന്ന് സുകന്യ പറയും. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സുകന്യയുടെ ഈ ആവേശം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദയേട്ടാ, ഈ കുട്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മറ്റു കാര്യം അങ്ങോട്ട് പറയുക. ആ ലൈസൻസില്ലേ കൊറിയക്കാരുടെ, അയാൾ സിംഗപ്പൂരിലെ ബിസിനസ് നിർത്തി പോവല്ലേ, ആ ലൈസൻസ് നമുക്ക് സുകന്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തൂടെ? അങ്ങനെ ഒരു ലൈസൻസ് കിട്ടാൻ ഞങ്ങൾക്ക് ബിസിനസ് തുടങ്ങാലോ ഉദയൻ സാറേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈസൻസ് മതി. ഏത് കൊറിയക്കാരാണേലും അയാളുടെ കയ്യിൽ നിന്ന് ആ ലൈസൻസ് ഞാൻ മേടിക്കാൻ തയ്യാറാണ് എന്ന് സുകന്യ പറയണം കേട്ടോ. വളരെ ചെറിയൊരു എമൗണ്ട് മുടക്കാൻ സുകന്യ തയ്യാറാണെങ്കിൽ ആ കൊറിയക്കാരുടെ കയ്യിലിരിക്കുന്ന സിംഗപ്പൂർ ബിസിനസ് ലൈസൻസ് നമുക്ക് സ്വന്തമാക്കാം. അല്ല, ഈ ചെറിയ തുക എന്ന് പറയുമ്പം എത്ര രൂപ ഉദ്ദേശിക്കുന്നത്? അതിപ്പം കോടികൾ കൊടുക്കാൻ പലരും തയ്യാറാണ്. കോടികൾ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല. ആ കൊറിയക്കാരൻ എൻ്റെ നല്ലൊരു സുഹൃത്തായതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ആ ലൈസൻസ് തരും. 10 ലക്ഷം രൂപയോ എന്ന് അപ്പം സുകന്യ ചോദിക്കും. അതെ, വെറും 10 ലക്ഷം രൂപ. അത്രയും രൂപയ്ക്ക് ആ ലൈസൻസ് ഉറപ്പായിട്ട് സുകന്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പം സുകന്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകല പറയും, സുകന്യെ, ഈ അവസരം വിട്ട് കളയരുത് മോളെ. രക്ഷപ്പെടാൻ കിട്ടിയ നല്ലൊരു ചാൻസാണ്. ഇനി ഇങ്ങനെ അവസരം ഒത്തു വരില്ല. മോൾ ഇതിനെപ്പറ്റി നന്നായിട്ടൊന്ന് ചിന്തിക്കുക. വെറും 10 ലക്ഷം രൂപ പോലും സുകന്യയ്ക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സുകന്യയ്ക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാനോ വളരാനോ കോടീശ്വരി ആകാനോ കഴിയില്ല. കാരണം ബിസിനസ്സിന് കാശ് വേണം കുട്ടി. കാശില്ലാതെ ഒരിക്കലും ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. ഉദയൻ സാർ, 10 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം എന്ന് പറയാണ് കേട്ടോ. കേൾക്കുമ്പോൾ ഉദയനാണെങ്കിൽ ലോട്ടറി അടിച്ച സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. ശരിക്കും ഉറപ്പാണോ? സുകന്യയെ കൊണ്ട് സാധിക്കുമോ? ഉറപ്പാണ് സാർ, ഞാൻ എങ്ങനെയെങ്കിലും 10 ലക്ഷം രൂപ സംഘടിപ്പിച്ച് തരാം എന്ന് പറയാണ് കേട്ടോ. എങ്കിൽ 3 ദിവസത്തിനുള്ളിൽ സുകന്യ 10 ലക്ഷം രൂപ സംഘടിപ്പിക്കണം. അതിന് കഴിയുമോ സുകന്യയ്ക്ക്? കഴിയും സാർ. 3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിക്കും. എന്നിട്ട് ഞാൻ സാറിൻ്റെ കയ്യിൽ കൊണ്ട് തരികയും ചെയ്യും. ഈ ലൈസൻസ് സ്വന്തമാക്കി കഴിഞ്ഞാൽ സുകന്യയുടെ ജീവിതം പിന്നെ വെച്ചടി കയറ്റമായിരിക്കും എന്ന് പറയാം. സുകന്യ കണ്ട സ്വപ്നം എല്ലാം പിന്നെ നടക്കും. സുകന്യയുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും. അപ്പം നമ്മുടെ ഉദയഭാനു ശ്രീകലയോട് പറയും, നോക്കി വെച്ച സുകന്യെ, ശരിക്കും ഭാവിയിലെ കോടീശ്വരി ശ്രീകല ഈ നിൽക്കുന്നത്, നമ്മുടെ മുൻപിൽ ഇപ്പം നിൽക്കുന്ന ഈ സുകന്യ വെറും ഒരു സാധാരണക്കാരി. പക്ഷേ 1 വർഷത്തിനുള്ളിൽ വലിയൊരു കോടീശ്വരിയായി മാറാൻ പോകുന്ന പെൺകുട്ടിയാണ് ഇത് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ സുകന്യയ്ക്ക് അങ്ങ് സന്തോഷമാവുക. അങ്ങനെ വളരെ അത്യാഡംബരപൂർവ്വമുള്ള ഒരു ജീവിതത്തെ പറ്റി സുകന്യയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ദേവമംഗലത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം തലയിൽ കൈയും വെച്ച് ഈ ടെൻഷനോടെ ഇരിക്കുന്ന കാണുമ്പം മീൻ ചോദിക്കും, എന്ത് പറ്റി, വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ ഇരിക്കുന്നേ എന്ന് ആകാശിനോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്നും പറയില്ല. ഓ, അപ്പം സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. എന്താ സംഗതി എന്ന് പറ, എന്നാലല്ലേ എനിക്കൂടി മനസ്സിലാകുള്ളൂ എന്ന് മീനു ആകാശിനോട് പറയാം. അപ്പോൾ ആകാശ് അവിടെ നിന്ന് ഏറ്റുപോവാ. ദേ പോണു, എന്താ ആകാശേ കാര്യം? നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം പറഞ്ഞാലല്ലേ മനസ്സിലാകുള്ളൂ. എന്താ പ്രശ്നം എന്ന് മീനു അടുത്ത് വന്നിരുന്ന് ചോദിക്കാം. നിന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാ, പക്ഷെ നീ അതൊരിക്കലും ചെയ്യില്ല. അപ്പോഴത്തേക്ക് മീനു ചിരിക്കും കേട്ടോ. ലൈസൻസ് ഒപ്പിച്ചെടുക്കാനുള്ള സെൻറ്റിമെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് അതല്ലേ നീ ഇപ്പം നടത്തുന്നത്, മനസ്സിലായി. പക്ഷേ മോനെ ചക്കരെ, പ്രതീക്ഷ വേണ്ട, നടക്കൂല എന്ന് മീനു പറയാം. മീനു, ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെങ്കിലും നീ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്കറിയാത്ത പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ആകാശിന്. നിനക്കറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ആകാശ് അത് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മീനു, നീ ചിലപ്പം കരുതിയിട്ടുണ്ടാവും കടയുടെ അഡ്വാൻസ് കൊടുക്കാനുള്ള പണം ഞാൻ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയെന്ന്. കടയുടെ അഡ്വാൻസ് കൊടുക്കാനുള്ള പണം തന്ന് സഹായിച്ചത് അച്ഛൻ തന്നെ ആണല്ലോ.
അങ്കിൾ എന്നെ സഹായിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കടയുടെ അഡ്വാൻസ് കൊടുക്കാനുള്ള പണം തരാമെന്നും പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? പക്ഷേ ഞാൻ മേടിച്ചില്ല. എനിക്കത് ഓക്കെ ആയിരുന്നില്ല. മറ്റൊരാൾ തരുന്ന കാശിൽ വാങ്ങാമെന്ന് വെച്ചാൽ അത് മോശമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള കാശുണ്ടെന്ന് കരുതി ഞാൻ അങ്കിളിൻ്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞു. അതിന് ആകാശിൻ്റെ അക്കൗണ്ടിൽ അത്രയും തുക ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ അങ്കിളിൻ്റെ സഹായം സ്വീകരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അത് നിന്നോട് ചെയ്യുന്ന നീതികേടായിട്ട് എനിക്ക് തോന്നി. പിന്നെ നീ എങ്ങനെ കാശ് കൊടുത്തത്? വേറെ വഴിയില്ലാത്തത് കൊണ്ട് കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ള കാശ് ഞാൻ പലിശക്കെടുത്തു. പലിശയ്ക്കോ? നീ എന്തൊക്കെയാ ആകാശ് ഈ പറയുന്നത്? ആകാശ് എത്ര രൂപയാണ് പലിശക്കെടുത്തത്? സത്യം പറ. അതല്ല ഇപ്പം എൻ്റെ പ്രശ്നം. നീ എന്താ പറയുന്നത് ആകാശേ? അത് കടയുടെ എഗ്രിമെൻ്റ് എഴുതിയപ്പം 3 മാസത്തിനുള്ളിൽ കട തുടങ്ങിയില്ലെങ്കിൽ കട ഒഴിഞ്ഞു കൊടുക്കണമെന്ന് എഗ്രിമെൻറ്റിലുണ്ടായിരുന്നു. നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്? അഡ്വാൻസ് കൊടുത്ത പൈസ അവർ തിരിച്ചു തരത്തില്ല. ഇതിപ്പം ഒരുപാട് കടകൾ നോക്കിയിട്ടും ഒന്നും ശരിയാവാതിരിക്കുന്ന സമയമായതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ കടയുടെ ഉടമയുടെ ഡിമാൻഡ് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും ചെയ്തു. ആകാശ് എന്ത് മണ്ടത്തരമായി കാണിച്ചേ? ആരെങ്കിലും ഇങ്ങനൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുമോ? ഒരു ബോധവും ഇല്ലാതെ. മീനു, നമ്മുടെ സ്റ്റോറിന് വേണ്ടി പല കടകളും ഞാൻ നോക്കി മടുത്തു. ആ കട നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുമായിരുന്നു. ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പം മാക്സിമം ഒരു 1.5 മാസത്തിനുള്ളിൽ കട തുടങ്ങാൻ പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു കട തുടങ്ങാൻ ഇത്രയേറെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാനൊന്നും ഓർക്കുന്നില്ലല്ലോ. കടയ്ക്ക് ആകാശ് അഡ്വാൻസ് കൊടുത്ത പൈസ ഞാൻ തരാം എന്ന് മീനാക്ഷി അപ്പം പറയും. ആ പണം പലിശക്കാർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തോ? മീനു, നീ എന്തൊക്കെയായി പറയുന്നത്? മീനു, നിനക്കൊരു കാര്യം അറിയാവോ? എൻ്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ. എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് തവണ ഇൻസൾട്ട് ചെയ്തിട്ടുമുണ്ട്. ആ അപമാനവും വേദനയെല്ലാം സഹിച്ച് ഞാൻ നിന്നത് പോലും എന്നെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ്. ഞാൻ ആരാണെന്ന് ക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്ന് അത് നടക്കാൻ പോകുന്നില്ല. ആ ഉറപ്പിൽ ഞാൻ മുന്നോട്ട് വെച്ച ചുവടാ എൻ്റെ മീനാക്ഷി സ്റ്റോറ്. അത് നടക്കുകയല്ലെന്ന് പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ പരാജയപ്പെട്ടാൽ അതെങ്ങനെയൊക്കെ എന്നെ തളർത്തി കളയുമെന്ന് എനിക്കറിയില്ല. ആകാശേ, നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കാം. നീ എനിക്ക് ലൈസൻസ് ഒപ്പിട്ട് തരാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ പറയുന്നത്. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അത്രയ്ക്കും ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇതും കൂടി നടന്നില്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ തകർന്നു പോകും. എനിക്കെന്തായാലും എൻ്റെ കട തുടങ്ങിയേ പറ്റൂ. അത് തുടങ്ങാൻ പറ്റാതെ ഞാൻ പരാജയപ്പെട്ടു പോയാൽ എൻ്റെ ലൈഫിനെ അത് ബാധിക്കും. എൻ്റെ അല്ല, നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും എന്ന് ആകാശ് മീനുവിനോട് പറയാം. എന്നിട്ട് ആകാശ് അവിടെ നിന്ന് ഏറ്റുപോവാം. ആകാശ്, എടാ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നേ എന്നും പറഞ്ഞ് മീനാക്ഷി ആകാശിനെ വിളിക്കാം. അപ്പോൾ ഈ സംസാരം എല്ലാം കേൾക്കുമ്പോൾ മീനാക്ഷിക്കും ആകെ സങ്കടം വരും. ഇവനിത് എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ മീനു ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം രാത്രി നമ്മുടെ ധർമ്മം നല്ല ഉറക്കത്തിലാണ്. സുകന്യയ്ക്കാണെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലും. എങ്ങനെയെങ്കിലും സിംഗപ്പൂർ ബിസിനസ് ലൈസൻസ് സ്വന്തമാക്കണം. പക്ഷേ 10 ലക്ഷം രൂപ അതെവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കും? എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഇല്ലല്ലോ. ഈ ലൈസൻസ് നഷ്ടപ്പെട്ട ഉടനെ എങ്ങും ബിസിനസ് തുടങ്ങാനും സാധിക്കത്തില്ല എന്നൊക്കെ സുകന്യ ഇങ്ങനെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. ആരെ ഇപ്പോൾ ഒന്ന് സഹായത്തിന് വിളിക്കാം. എന്നിട്ട് പെട്ടെന്ന് വെള്ളം കുടിക്കാനായിട്ട് ജഗ്ഗും ഗ്ലാസ്സും എടുക്കുക. ആ ഗ്ലാസ് താഴെ വീഴും. അത് കേട്ട് ധർമ്മൻ എഴുന്നേക്കും. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത് എന്ന് ചോദിക്കും. ഒന്നുമില്ല. നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ സുകന്യെ എന്ന് ധർമ്മൻ്റെ അപ്പം ചോദിക്കുക. ഞാൻ ഉറങ്ങിയതാ, പെട്ടെന്ന് ദാഹം തോന്നിയപ്പം എഴുന്നേറ്റതാ ഒരല്പം വെള്ളം കുടിക്കാനായിട്ട് എന്ന് പറയേ. എന്നിട്ട് സുകന്യ നിലത്ത് വീണുപോയ ഗ്ലാസ് എടുത്ത്, അത് പൊട്ടിയില്ലായിരുന്നു കേട്ടോ, അത് വെള്ളം എടുത്ത് കുടിക്കുകയെ. അപ്പോൾ ധർമ്മൻ ഇതെല്ലാം നോക്കി നിൽക്കുക. ഇവർക്കിത് എന്തു പറ്റി? പതിവില്ലാതെ പാതിരാത്രി എഴുന്നേറ്റ് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നല്ലോ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ നോക്കുക. എന്തു പറ്റി സുകന്യെ? ഏട്ടൻ ഉറങ്ങിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ എഴുന്നേറ്റതാണെന്ന് പറഞ്ഞില്ലേ എന്ന് സുകന്യ ധർമ്മനോട് പറയാണ് കേട്ടോ. എന്താ ഏട്ടാ, നീ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റെന്നല്ലേ പറഞ്ഞത്? അതെ, എന്തേ? ഇപ്പം വെള്ളം കുടിച്ചല്ലോ. കുടിച്ചു. ഇനി എന്നാ കിടന്ന് ഉറങ്ങുക, അല്ലാതെ ചുമ്മാ ഈ രാത്രിയിൽ ഇങ്ങനെ നടക്കാതെ എന്ന് ധർമ്മൻ സുകന്യോട് പറയാണ് കേട്ടോ. സുകന്യയും ധർമ്മൻ്റെ അടുത്ത് പോയി കിടക്കുവാണേ.
എൻ്റെ സുകന്യ കിടന്നതിന് ശേഷം ധർമ്മനെ തിരിഞ്ഞു നോക്കുമോ, ഓ ഇയാളുടെ ഒരു ഉറക്കം എന്തെങ്കിലും അറിയുന്നുണ്ടോ, ഞങ്ങളുടെ ജീവിതം ശരിക്കും മെച്ചപ്പെടുത്തിയെടുക്കാൻ ഞാൻ എന്തുമാത്രം ത്യാഗങ്ങളാണ് സഹിക്കുന്നത്, ധർമ്മേട്ടൻ ഇതൊന്നും അറിയണ്ട എന്നും പറഞ്ഞ് സുകന്യ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുക. ഈശ്വര, 10 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? എൻ്റെ ഗോൾഡ് കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, ഇപ്പോഴാണ് സ്വർണത്തിന് നല്ല വിലയാണ്, അത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യാം, നല്ല കാശ് കിട്ടുകയും ചെയ്യും, അത് ഉദയഭാൻ സാറിന് കൊടുക്കാം, അങ്ങനെ 10 ലക്ഷം രൂപ ഉണ്ടാക്കാം എന്ന് സുകന്യ ചിന്തിക്കുകയാണേ. അതേസമയം നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മുടെ ധർമ്മനാണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ പണിയാണ്, തൊട്ടടുത്ത് തന്നെ മിത്ര ഇരുന്ന് പഠിക്കുന്നുമുണ്ട്. അപ്പോൾ സുകന്യ ഇങ്ങനെ ചിന്തിക്കുക, ഞാനിപ്പോൾ ഗോൾഡ് വെക്കാൻ പോകുന്ന കണ്ട എന്നെ കൂടെ ഉറപ്പായിട്ട് ധർമ്മേട്ടനും വരും, എന്ത് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ഒഴിവാക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പം ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലും സുകന്യെ. അത് ശരി, ഞാൻ എവിടെയൊക്കെ നോക്കി, ഇവിടെ ഫോണിലും പടന്നുകൊണ്ടിരിക്കുവാണല്ലേ, നീ ഒന്ന് പോയേ സുകന്യെ, ഞാനിവിടെ അൽഗുരിതം ചേഞ്ച് ചെയ്യുക. ഗോമതി ചേച്ചി ഇവിടേക്ക് വന്നേ എന്നും പറഞ്ഞ് ഗോമതേനെ അപ്പോൾ വിളിക്കുക. ഒന്ന് വന്നേ. എന്തോ സുകന്യെ, എന്തിനാ വിളിച്ചേ? ചേച്ചി ഇത് കണ്ടോ, ധർമ്മേട്ടൻ കടയിൽ പോകാതെ റീൽസും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയും. പാവം ബാലേട്ടൻ ഒറ്റയ്ക്ക് പോയി കിടന്ന് കഷ്ടപ്പെടുവല്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പം മിത്ര അന്തം വിട്ട് നിൽക്കുക. സുകന്യ ചേച്ചിക്ക് കടയോട് ഇത്രയും സ്നേഹമോ, നീ ആൾ കൊള്ളാലോ, കുറച്ച് ദിവസം ലീവ് എടുക്കണം, കടയിലേക്ക് പോവരുതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, അതെന്നായിരുന്നു? അതെന്നാ പറഞ്ഞതെന്ന് ഞാനൊന്നും ഓർക്കുന്നില്ല, പക്ഷെ നീ അങ്ങനെ പറഞ്ഞു എന്ന് ധർമ്മം പറയും. എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഹണിമൂണിന് പോകുന്നതിന് മുന്നെയാ കുറച്ച് ദിവസത്തെ ലീവ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്, അന്നല്ലേ ഞാൻ പറഞ്ഞത്? ആണെന്ന് തോന്നുന്നു. ആണ്. ഞങ്ങൾ ഹണിമൂണ് കഴിഞ്ഞ് വന്നിട്ട് എത്ര ദിവസമായി, ഇവിടെ ഇങ്ങനെ റീൽസും കണ്ടുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? ഈ റീൽസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബാലേട്ടനെ ഒന്ന് കൊണ്ടുപോയി സഹായിച്ചൂടെ എന്ന് സുകന്യ ധർമ്മനോട് പറയേ. ചേച്ചി എങ്കിലും പറ, ധർമ്മേട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എടാ ധർമ്മ, സുകന്യ പറഞ്ഞതിലും കാര്യമുണ്ട്, നീ എന്തായാലും കടയിലോട്ട് പോകാൻ നോക്ക്, നീ ആ ഫോൺ അവിടുന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ചെല്ല്, ആ ഫോൺ ഇങ്ങ് തന്നേ എന്നും പറഞ്ഞ് സുകന്യ മേടിക്കും കേട്ടോ. വേഗം പോയി റെഡിയാകുക, പോകാറാകുമ്പോഴത്തേക്ക് ഞാൻ ഫോണും തരാം, ചെല്ലടാ, ഇവിടെ വെറുതെ ഇരിക്കല്ലേ, നീയും ചെല്ല്. ആയിക്കോട്ടെ, ഇനിയിപ്പം ഞാൻ കടയിൽ പോയില്ലെന്ന് ആരും പരാതി പറയണ്ട എന്ന് പറഞ്ഞ് ധർമ്മനാണെങ്കിൽ കടയിൽ പോകാനായിട്ട് ഒരുങ്ങാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോമതി പറയും, ദേ ചെറുക്കാ, ഞാൻ ഒരു അടി തരും കേട്ടോ. ചേച്ചി, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയില്ലെങ്കിലേ ധർമ്മേട്ടൻ കടയിൽ പോകാതെ എന്നെ ചുറ്റിപ്പറ്റി ഇവിടെ തന്നെ അങ്ങ് നിൽക്കും, ഇപ്പോൾ ഓടിയത് കണ്ടോ എന്ന് അപ്പോൾ സുകന്യ ഗോമതിയോട് പറയും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ മിത്രയ്ക്കാണെങ്കിൽ ചിരി വരികയാണ് കേട്ടെ. എന്നിട്ട് മിത്ര പറയും, എന്തോ മനസ്സിൽ വെച്ചോണ്ടാ, അല്ലാതെ ഇവരിങ്ങനെയൊന്നും പെരുമാറില്ല എന്നൊക്കെ മനസ്സിൽ പറയാം. അപ്പം ധർമ്മം പോകുമ്പോഴത്തേക്കും സുകന്യ ടാറ്റയൊക്കെ കൊടുക്കുക. ധർമ്മേട്ടാ ടാറ്റ, പോയിട്ട് വാ എന്നും പറഞ്ഞ്. അപ്പം ധർമ്മം പോയ ഉടനെ നമ്മുടെ സുകന്യ അകത്തേക്ക് ഓടുവാണേ. അകത്തേക്ക് ചെന്നിട്ട് ഗോൾഡ് പണയം വെക്കാനോ അല്ലെ വിൽക്കാനോ ഒക്കെ ആയിട്ട് പോകാനായിട്ട് തുടങ്ങുക. അയ്യോ, എവിടെ എൻ്റെ ഗോൾഡ്? കാണുന്നുമില്ലല്ലോ, ഇതിൻ്റെ അകത്താണ് വെച്ചത് എന്നും പറഞ്ഞ് അവിടെയൊക്കെ നോക്കുക. അല്ലല്ല, അലമാരിക്കകത്ത വെച്ചത്, പക്ഷെ ചാവി ഇവിടെ, ഞാൻ ഈ മേശയ്ക്കകത്താണല്ലോ വെച്ചത്, ഇതിനകത്ത് ചാവി കാണുന്നില്ലല്ലോ, ഇവിടെ എല്ലാം തപ്പി, ഈ ചാവി ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് സുകന്യ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മീനു ഓഫീസിൽ പോകാനായിട്ട് തുടങ്ങുക. ഗോമതി മീനുവിനുള്ള ആഹാരമൊക്കെ എടുത്ത് വെക്കുക. അമ്മേ, എഴുതിക്ക് എന്തോ ആയുർവേദ മരുന്ന് മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എവിടെ, ഞാൻ മേടിച്ചുകൊണ്ട് വരാം എന്ന് പറയും. മോളെ മിത്രേ എന്നും പറഞ്ഞ് ഗോമതി വിളിക്കും. എന്താ അപ്പച്ചി, എന്താ വിളിച്ചേ? മിത്രയാണ് വീടൊക്കെ വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. അപ്പം മുഖത്ത് ഒരു തുണി വെച്ച് കെട്ടിയിട്ടുണ്ടേ, എന്നിട്ട് ചൂലൊക്കെ ആയിട്ട് വൃത്തിയാക്കിക്കൊണ്ട് നടക്കുക. എന്താ അപ്പച്ചി വിളിച്ചേ? അപ്പം അത് കാണുമ്പോൾ മീനുവിന് ചിരി വരും. എന്താടി ഇത്, എന്ത് കോലവാ, എനിക്ക് പൊടി അടിപ്പിക്കാൻ പറ്റാഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്തേക്കുന്നേ, എടി നീ എന്താ തീവ്രവാദിയാണോ എന്ന് മീനു ചോദിക്കും. ഞാൻ റൂം ക്ലീൻ ചെയ്യുക, അവിടെ അപ്പടി പൊടിയാ, അത് അടിക്കാതിരിക്കാനാ. അപ്പോഴത്തേക്കും സുകന്യ അങ്ങോട്ട് വരുമോ. റൂം ആരാ ക്ലീൻ ചെയ്തതോ? ഓ, നീ ആയിരുന്നോ എന്ന് മിത്രയോട് ചോദിക്കും. എവിടെ? എന്ത്? എൻ്റെ അലമാരയുടെ ചാവി എവിടെയെന്ന്. അതിപ്പം എനിക്കെങ്ങനെ അറിയാനാ? മിത്ര, നീ തമാശ കളിക്കരുതേ. ഷെടാ, എൻ്റെ ചേച്ചി, നിങ്ങളുടെ അലമാരയുടെ ചാവി എൻ്റെ കയ്യിൽ എങ്ങനെ വരാനാ? റൂം ക്ലീൻ ചെയ്തത് നീയല്ലേ, അപ്പം ചാവി എവിടെയാണെന്ന് നിനക്കറിയാം, അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് മീനു അപ്പം ചോദിക്കും. എനിക്കറിയാൻ പാടില്ല. മിത്ര, എനിക്ക് സമയമില്ല. സുകന്യെ, നീ വെറുതെ ഇങ്ങനെ വഴക്കിന് നിൽക്കാതെ. അല്ല, മീനു ചോദിച്ചത് ശരിയല്ലേ, നിന്റെ അലമാരയുടെ ചാവി മിത്ര എങ്ങനെ അറിയാനാ എന്ന് ഗോമതി ചോദിക്കും. എൻ്റെ ചേച്ചി, റൂം ക്ലീൻ ചെയ്തത് ആരാ? മിത്ര ആണല്ലോ. അതെ, അലമാരയുടെ ചാവി എവിടെയാണെന്ന് മിത്രയ്ക്കറിയാം. അപ്പം മീനു ചോദിക്കും, അതെങ്ങനെ അറിയാൻ പറ്റുക? ഒരാൾ റൂം ക്ലീൻ ചെയ്തെന്ന് കരുതി അലമാരയുടെ ചാവിയൊക്കെ എവിടെയാണെന്ന് അറിയാൻ പറ്റുക? അപ്പം ചാവി ഇവള് കണ്ടിട്ടുണ്ടാവും, മിത്ര അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും, അതെവിടെയാണെന്ന് അവളോട് ചോദിക്കുക. ഇതെന്തുവാ ഇതമ്മേ എന്നപ്പോഴത്തേക്ക് മീനു ആണെങ്കിൽ ഗോമതിയോട് ചോദിക്കും കേട്ടോ. എനിക്ക് എൻ്റെ അലമാരയുടെ ചാവി കിട്ടിയേ പറ്റൂ. അപ്പം മിത്ര പറയും, ഞാൻ റൂം ക്ലീൻ ചെയ്തു, അത് ശരിയാ,
എൻ്റെ ചാവി എവിടെ? എനിക്കത് അറിഞ്ഞാൽ മതി, അത് കൂടുതലൊന്നും അറിയണ്ട എന്ന് സുഗിനി പറയും. ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അപ്പച്ചി, എനിക്ക് പറ്റില്ല ഇവരോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് മിത്ര അവിടെ നിന്ന് മാറിപ്പോയിരിക്കും. മിത്രേ, ദേ ഇവരുടെ ചാവിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. കോമതി ചേച്ചി, ഇതെല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള പരിപാടിയാണേ. എനിക്ക് എൻ്റെ അലമാരയുടെ ചാവി കിട്ടിയേ പറ്റൂ. ചേച്ചി ഒരു മിനിറ്റ്. മിത്ര റൂം ക്ലീൻ ചെയ്തു. അതുകൊണ്ട് മിത്രയുടെ കയ്യിൽ എങ്ങനെയാ ചാവി ഇവളുടെ കൈ വരുന്നത് എങ്ങനെയാ? ചേച്ചി അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. മിത്ര എൻ്റെ റൂമല്ലേ ക്ലീൻ ചെയ്തത്. അപ്പോൾ ആ റൂമിലുള്ള എൻ്റെ അലമാരയുടെ ചാവി എവിടെയാണെന്ന് അവൾക്കറിയാൻ പറ്റത്തില്ലേ? ബെസ്റ്റ്, ഭയങ്കര കണ്ടുപിടുത്തം തന്നെ. എൻ്റെ ചേച്ചി, മിത്ര ക്ലീൻ ചെയ്തത് അവളുടെ റൂമാണ്, അല്ലാതെ ചേച്ചിയുടെ റൂമല്ല. പിന്നെ എങ്ങനെയാ അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നേ? അതെയോ? അപ്പം പിന്നെ എൻ്റെ റൂം ആരാ ക്ലീൻ ചെയ്തത്? ആരും ക്ലീൻ ചെയ്തില്ല എന്ന് ഗോമതി പറയും. ആരും ക്ലീൻ ചെയ്തില്ലേ? ചെയ്യണ്ട, ആരും ക്ലീൻ ചെയ്യണ്ട. എല്ലാവരും കൂടി എന്നെ അങ്ങനെ തോപ്പിക്കാനെന്ന് കരുതണ്ട. ഈ സുഗന്യ അങ്ങനെ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് മിത്ര അവിടെ ഇട്ട് ചൂലിനിട്ട് ഒരു തൊഴിയും കൊടുത്ത് അകത്തോട്ട് കയറി പോവാ. മീനു, ശരിക്കും ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? ഇപ്പോഴേ ഒരു സാധനം അകത്തോട്ട് പോയില്ലേ, ആ സാധനത്തിന് ഷോക്ക് അടുപ്പിക്കാൻ സമയമായി, അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് മിത്ര പറയും. അത് സത്യം എന്ന് മീനും പറയും കേട്ടോ. ഞാനല്ലേ അവളല്ലേ പറഞ്ഞത് എന്നപ്പോഴത്തേക്കും ഗോമതി ഒരു തല്ല് വെച്ച് കൊടുക്കുമ്പോൾ മീനു പറയും കേട്ടോ, ഇവർക്ക് ഇത് എന്ത് പറ്റി, എന്തോ ഉണ്ട് എന്നൊക്കെ മിത്ര ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്